സാർ നമ്മളിപ്പോൾ ഫോർ പ്ലേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചല്ലോ. നമുക്ക് ഇനി ഒരു ഫോർ പ്ലേ കഴിഞ്ഞു, ഇനി അടുത്തൊരു സെഷൻ എന്ന് പറയുന്നത് പെനട്രേഷൻ ആണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഒരു പുരുഷന്റെ എന്താ പറയാ ഒരു അസുഖമാണോ അല്ലെങ്കിൽ അവർക്ക് ഒരു പുരുഷത്വ ആണത്വം ഇല്ല എന്ന് പറയുന്നത് വരെ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു പെനട്രേഷൻ എന്ന് പറയുന്നത്. കാരണം ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് ഉദ്ധാനിക്കുന്ന സമയത്ത് ശീകർസ്കൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് എപ്പോൾ പെനട്രേറ്റ് ചെയ്യണം എന്നുള്ളതോ എവിടെ പെനട്രേറ്റ് ചെയ്യണം എന്നുള്ളതോ ഒക്കെ ഉണ്ടാവും. പിന്നെ പെനട്രേഷൻ തന്നെ അനൽ സെക്സ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അത് പറ്റാത്ത സമയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ശരിക്കും ഒരു പെനട്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ നോർമലായിട്ട് ഫോർ പ്ലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ലൈംഗിക ആരോഗ്യം ശരിയായിട്ടുള്ള സ്ത്രീക്കും പുരുഷനും ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് മറ്റ് ഒരു രീതിയില്ലാതെ തന്നെ അങ്ങ് ഓട്ടോമാറ്റിക്കലി പെനിട്രേഷൻ നടന്നു പോകും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊരു പ്രവൃത്തിയിലേക്ക് പോകേണ്ട, അത് ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് നടക്കുക ചെയ്യുക. അത് നടക്കുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ട്. അത് പുരുഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അങ്ങനെയുള്ള ഇഷ്യൂസ് ആകാം. അതുപോലെ തന്നെ ഈ ഫോബിയ, അതായത് പെർഫോമൻസ് ആങ്സൈറ്റി, യോനിക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വേദന ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള പേടിയുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലിംഗം ഉയർന്നു നിന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിന് പേടിയുണ്ടെങ്കിൽ പെനിട്രേറ്റ് ചെയ്യില്ല. അവരിങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ അത് ഉൾവലിഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവർക്ക് ഇത് പെനിട്രേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി അത് നടന്നിട്ടുണ്ടാവും. അപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരു പുരുഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരു പുരുഷന് ഫോർ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇറക്ഷൻ ഒരു പകുതി വരെ വരുന്നു എന്ന് കരുതുക. പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിംഗം നിൽക്കേണ്ട ഒരു 135 ഡിഗ്രി ഉയർന്നാണ്. അത് ഈ പഴമക്കാർ ഇതിലൊക്കെ പറയുന്നോണം, അതായത് 16-17 വയസ്സിൽ സൂര്യനെ നോക്കും, ലിംഗം നേരെ ഉദ്ധരിച്ച് മേലോട്ടാണ് നിൽക്കുക. പിന്നെ നേരെ നോക്കും, പിന്നെ ഭൂമിയെ നോക്കും എന്ന് പറയുന്നത്. അതായത് സൂര്യൻ നേരെ, പിന്നെ ഭൂമി. ഈ ഭൂമിയിലേക്ക് നോക്കുന്ന അവസ്ഥയിലേക്കായി ലിംഗം വലിപ്പം വന്നിട്ടുണ്ട്, പക്ഷെ താഴോട്ടാണ് നോക്കുന്നതെങ്കിൽ ചിലപ്പോൾ പെനിട്രേഷൻ നടത്താൻ കഴിയില്ല. കാരണം യോനിയുടെ ഉള്ളിലേക്ക് ലിംഗം കിടക്കണമെന്നുണ്ടെങ്കിൽ അതിന് ദൃഢത വേണം. രണ്ട്, അതിനകത്ത് വലിപ്പം വരണം. വലിപ്പം മാത്രം വന്നുകൊണ്ട് കാര്യമില്ല, ശരിയായ ദൃഢതയില്ലെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടക്കില്ല. പിന്നെ നേരെ നിൽക്കുന്ന ലിംഗം ഏറെക്കുറെ കടന്നെന്ന് വരാം. സൂര്യനെ നോക്കുന്നത് കടക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. എന്നിരുന്നാൽ ഇത് എങ്ങനെയാണ് യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത് അതറിയാത്ത ചില ദമ്പതികളുണ്ട്. അതായത് അത് തുടക്കത്തിലാണ് കൂടുതൽ ഒരു ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട്. തൻ്റെ യോനിക്കുള്ളിലേക്ക് ലിംഗം അവരുടെ കൈകൊണ്ട് പിടിച്ച് ഉള്ളിലേക്ക് കടത്തി കൊടുക്കേണ്ടതുണ്ട്. ചില സ്ത്രീകൾക്ക് അതിന് ലിംഗത്തിൽ തൊടാൻ പോലെ മടിയുള്ള സ്ത്രീകളുണ്ട്. എന്നാലും ശരി, സ്ത്രീ ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കഴിയും. ഇനി അതല്ലാതെ മറ്റൊരു വശമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ നല്ലവണ്ണം കാലുകൾ അകത്തി കൊടുക്കേണ്ടതുണ്ട്. കാലടുപ്പിച്ച് വെച്ചാൽ യോനിക്കുള്ളിലേക്ക് കടത്താൻ അത്ര എളുപ്പമല്ല. അപ്പോൾ കാലുകൾ അകത്തി കൊടുത്തിട്ട് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തുക. അതുപോലെ തന്നെ പുരുഷൻ്റെ ഭാരം മൊത്തം സ്ത്രീയുടെ മുകളിലേക്ക് വരേണ്ട കാര്യമില്ല. പുരുഷൻ കൈ കുത്തിക്കൊണ്ട് സ്ത്രീയുടെ യോനിക്കുള്ളിലേക്ക് കടത്തുമ്പോൾ സ്ത്രീക്ക് ഒരു എത്ര കനം കൂടിയ പുരുഷനാണെങ്കിലും ശരി, എത്ര കനം കുറഞ്ഞ സ്ത്രീ ആണെങ്കിലും ശരി, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാരം മൊത്തം സ്ത്രീയുടെ മുകളിലേക്ക് കടത്തിയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ സ്ത്രീ ബുദ്ധിമുട്ടി പോകുന്നല്ലാണ്ട് വേറെ യാതൊരു കാര്യമില്ല. മാത്രമല്ല അവരുടെ ഇതും വരും, എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ പൊസിഷൻ ശരിക്കും മനസ്സിലാക്കണം. പുരുഷൻ രണ്ട് കൈകളും നിലത്ത് കുത്തിക്കൊണ്ട് സ്ത്രീയുടെ യോനിയുടെ ഉള്ളിലേക്ക് ലിംഗം കടത്തുകയാണ് ചെയ്യുന്നത്. ഇനി അതിലടുത്ത സ്റ്റെപ്പ് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിക്ക് നല്ല ടൈറ്റ് വരുന്ന ചില സ്ത്രീകളുണ്ടാവും. അത് വജൈനസ്മസ് അല്ല, അല്ലാതെ തന്നെ. അങ്ങനെ യോനിക്ക് ടൈറ്റ് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷൻ ഫോർ പ്ലേ ചെയ്യുമ്പോൾ ഒരു വിരൽ ഉള്ളിലേക്ക് ഇട്ടു, അതുപോലെ തന്നെ രണ്ട് വിരൽ ഉള്ളിലേക്ക് ഇട്ട് അത് ഡയലേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കടത്തുന്നതാണ് നല്ലത്. അങ്ങനെ കടത്താത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ എന്തു പറ്റും? പുരുഷൻ്റെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കും, യോനിക്കുള്ളിലേക്ക് കടത്താൻ കഴിയില്ല. യോനിമുഖത്തേക്ക് ടച്ച് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ സ്ത്രീക്ക് വേദന വരുന്നൊരവസ്ഥ ഉണ്ടാവും. അതൊക്കെ ചികിത്സ വഴിക്കേ മാറ്റാൻ കഴിയുള്ളൂ. നവദമ്പതികളെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അതേസമയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫോർ പ്ലേ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ലിംഗം യോനിക്കുള്ളിലേക്ക് കടന്നുകൊണ്ടിരിക്കും. എവിടെയാണ് അവർക്ക് കടക്കാതെ വരുന്നത്? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ വരിക.
അതായത് ഏതെങ്കിലും അണുബാധ ഉണ്ടാകുക. അപ്പോൾ വേദന വരുമ്പോൾ സ്ത്രീ ഇങ്ങനെ തള്ളാൻ തുടങ്ങും, ഉള്ളിലേക്ക് കടത്താൻ സമ്മതിക്കില്ല. എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുക, അപ്പോഴും സ്ത്രീ എന്ത് ചെയ്യും, വേദന കാരണം ഇതിനകത്ത് ബന്ധപ്പെടാൻ തയ്യാറാകാതെ വരും. പിന്നെ മൂത്രക്കടച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ, യോനിയിലെ അണുബാധ അങ്ങനെയൊക്കെ വരുമ്പോഴും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഡിസ്പെര്യൂനിയ എന്നാണ് ഞങ്ങൾ ആ ടേമിന് പറയുക. വേറെ ഒന്നും ഉദ്ദേശിക്കേണ്ട, ഉള്ളിലേക്ക് കടത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വേദന വരുന്ന ആ സ്ത്രീ എന്ത് ചെയ്യും, ഇത് പുരുഷൻ്റെ ലിംഗം യോനിക്കുള്ളിലേക്ക് കടത്താൻ സമ്മതിക്കില്ല. അതിനും ചികിത്സയാണ് ആവശ്യം. ചികിത്സ ഇല്ലാതെ ആ സംഗതികൾ എല്ലാം ചെണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ലൈംഗിക ബന്ധം സാധിക്കാതെ വരെയും പുരുഷൻ കലഹത്തിലേക്ക് പോവും, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സങ്കടത്തിലേക്ക് പോവും. ഇതൊക്കെ സ്വാഭാവികമാണ്. അടുത്ത സ്റ്റെപ്പ്, പുരുഷൻ്റെ ലിംഗം ഞാൻ നേരത്തെ പറഞ്ഞു തളർന്നു നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ഭൂമിയെ നോക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ലിംഗം ഉള്ളിലേക്ക് കടക്കില്ല. അപ്പോൾ സ്ത്രീ എത്ര ശ്രമിച്ചിട്ടും കാര്യവുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പുരുഷനാണ് ചികിത്സ ആവശ്യമുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണോ, അത് എന്തുകൊണ്ടാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായത്, രക്തക്കൊഴലിൻ്റെ പ്രശ്നമാണോ, ഹോർമോണിൻ്റെ പ്രശ്നമാണോ, ഞരമ്പുകളുടെ പ്രശ്നമാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭയപ്പാടൊക്കെ സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മിക്ക പുരുഷന്മാരിലും പ്രമേഹം ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർ പ്രമേഹം ഉണ്ടെന്ന് അറിയില്ല, അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു. ഫോർപ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കടത്താൻ കഴിയുന്നില്ല. കടത്തുമ്പോൾ ചില സ്ത്രീകൾ പറയും ബലമില്ലല്ലോ എന്ന് പറയും. ആ ബലമില്ലല്ലോ എന്നുള്ളത് കേൾക്കുമ്പോൾ പുരുഷൻ വീണ്ടും വ്യാധി വരികയാണ്, അതായത് അയ്യോ എന്നുള്ളൊരിത് വരികയാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഉള്ള ബലവും കൂടെ ഇല്ലാണ്ടാവും. ഇത്തരം കാര്യങ്ങളിൽ തുടക്കത്തിൽ ചികിത്സ നടത്തിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്നിട്ടുള്ളത്, അതായത് രക്തക്കൊഴലിൻ്റെ പ്രശ്നമാണോ, ഹോർമോണിൻ്റെ പ്രശ്നമാണോ, ഞരമ്പിൻ്റെ പ്രശ്നമാണോ, ഇനി ഹാർട്ടിനെ സംബന്ധിക്കുന്നോ, പ്രോസ്റ്റേറ്റോ, കിഡ്നിയോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം. അതിന് ശേഷം അതിനുള്ള ചികിത്സകളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു രോഗം കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പൊ അതിൽ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങളായി ഡിസ്കസ് ചെയ്യാണ്ട്. ഇപ്പം ആളുകൾ കൺസേൺ ആണ് അതിന്റെ നീളം, വണ്ണം, ഇത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ ഉദാഹരണ പ്രശ്നം, ശീഘ്രസ്ഖലനം, പിന്നെ ലിംഗത്തിനുണ്ടാവുന്ന വളവ്, പിന്നെ സ്ത്രീകൾക്ക് തന്നെ ഉണ്ടാവുന്ന പിന്നെ പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അബ്നോർമൽ ആയിട്ടുള്ള വേദനകൾ, പിന്നെ വെജനിസ്മെൻസ് സാറ് പറഞ്ഞു, പിന്നെ ഈ ആനൽ സെക്സുകൾ, അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ പലപ്പോഴും ചില പെനട്രേഷന് പകരം സ്ത്രീകൾ അവരെ ഒരു മാസ്റ്റർബേഷൻ രൂപത്തിലായിട്ട് പറയുന്നത് തന്നെയാണ് സെക്സ് ടോയ്സ് യൂസ് ചെയ്യുന്നത്, വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിൽഡോ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ അത്തരം സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം ശരിക്കും ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പുരുഷന് എത്ര ലെങ്ത് വേണം ലിംഗത്തിന്? അല്ല, ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലൊരു 2.5 ഇഞ്ച് 6 സെൻറ്റിമീറ്റർ നീളം, 6.5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടെങ്കിൽ പുരുഷൻ്റെ ലിംഗം ജി പോയിൻ്റ് ടച്ച് ചെയ്യും. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ഉണ്ടാവും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പിന്നെ ഇന്നത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ബ്ലൂ ഫിലിമൊക്കെ കണ്ടിട്ട് അതിൽ കാണുന്നോണം ഇത്രയും നീളം വേണം, വണ്ണം വേണം എന്നൊക്കെ സങ്കല്പിക്കുന്നത് തെറ്റാണ്. അങ്ങനെ സങ്കല്പിക്കുന്നതോടെ അവരുടെ സങ്കല്പം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആ രീതിയിലേ മൈൻഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്നാ വെച്ചാൽ ഇതിന് നീളം പോരാന്നുള്ളൊരു കൺസെപ്റ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകാൻ പോകില്ല. അതിന് തീരുമാനിച്ചു കഴിഞ്ഞു ഇതിന് നീളം പോരാന്നുള്ളത്. വാസ്തവത്തിൽ നീളം അത് മതി, ലൈംഗികമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സുഖം ലഭിക്കും. പിന്നെ മൈക്രോ പെന്നീസ് എന്ന് പറയുന്ന ചില അവസ്ഥ ചില പുരുഷന്മാരിലുണ്ട്. അവർക്കത് ചികിത്സിച്ച് മാറ്റാൻ നിവൃത്തിയില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, മൈക്രോ പെന്നീസ് അവിടെ നിൽക്കട്ടെ. ഈ നേരത്തെ ചോദിച്ച ലിംഗത്തിന് വളവ് വരുന്നത് ഈ പ്രമേഹമുള്ളവരിൽ, അതുപോലെ തന്നെ സ്ത്രീ മുകളിൽ കിടന്ന് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ലിംഗത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ക്ഷതം ഉണ്ടാകാം, വളരെ ആഞ്ഞടിക്കുകയാണെങ്കിൽ. അങ്ങനെ ക്ഷതം വരികയാണെങ്കിൽ അവിടെ ചിലപ്പോൾ കല്ലിപ്പ് വരും. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തേക്ക് ലിംഗം വളയും. വളഞ്ഞു കഴിഞ്ഞാൽ ലിംഗം വേണ്ടത്ര രീതിയിൽ യോനിക്കുള്ളിലേക്ക് കടത്താൻ കഴിയാത്ത അവസ്ഥ വരും. എന്നിരുന്നാലും ഒരുമാതിരിപ്പെട്ട സാധാരണ വളവുകൾ എല്ലാം ഉണ്ടെങ്കിലും എന്താണ്, ഇതിനകത്തേക്ക് ലിംഗം യോനിക്കുള്ളിൽ കടത്താൻ പറ്റുന്ന വളവാണെങ്കിൽ അത് കടത്തി ബന്ധപ്പെടുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നോർമൽ ഇപ്പോൾ ഒരു കേരളത്തിലല്ല നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും ഇപ്പോൾ ആഫ്രിക്ക ഇന്ത്യയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ലിംഗത്തിന് നല്ല തന്നെ അതിൻ്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജന് എത്ര സെന്റിമീറ്റർ വരെ നമ്മളെ ലിംഗം വലിപ്പം വെക്കും? അല്ല, അതിൽ ആവറേജ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം വെച്ചിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പഞ്ചാബും കേരളവും ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നുള്ളൊരു ഏഷ്യൻ സ്റ്റാൻഡേർഡ് അതിലൊരു 10-12 സെന്റിമീറ്റർ ആണ് നമുക്ക് അതിനകത്ത് പറയേണ്ടത് നീളത്തിന്റെ. ഒരു 12 സെന്റിമീറ്ററോടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ്. 12 സെന്റിമീറ്റർ നീളം ഉണ്ടാകാറുണ്ട് സാധാരണ ഇതിൽ ലിംഗത്തിന്. ലിംഗത്തിന്റെ വണ്ണം ഇതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ്. ചില ആളുകളുടെ വളരെ തിന്നായിരിക്കും, ചില ആളുകളുടെ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? യോനിക്ക് വണ്ണമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അതായത് എന്താ കാരണം വെച്ചാൽ ഈ യോനിക്ക് എത്രത്തോളം ചുരുങ്ങാനും കഴിയും, എത്രത്തോളം വികസിക്കാനും കഴിയും. പക്ഷേ എന്താ വെച്ചാൽ ഈ വണ്ണം ഒരു അഴകാണ്. അത് ലിംഗത്തിന് നല്ല വണ്ണം ഉണ്ടെങ്കിൽ അത് കാണാനൊരു അഴകുണ്ട്. അത് നേരത്തെ പറഞ്ഞ ആ കൺസെപ്റ്റിലേക്ക് പോകും. അത് വണ്ണമുള്ളപ്പോൾ അവർക്കൊരു മാനസികമായിട്ടുള്ള ഇപ്പോൾ ഒരു സ്ത്രീയുടെ സ്ഥലങ്ങൾ ചെറുതായാലും വലുതായാലും കുട്ടിക്ക് പാല് കൊടുക്കാൻ അതുപോലെ. അപ്പോൾ പിന്നെ എന്താണ് സ്ത്രീയുടെ സ്ഥലങ്ങൾ അല്പം മാരുടെ അല്പം തുടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ച് ആസ്വാദനം ഉണ്ടാവും. ആ ആസ്വാദനം തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഓക്കെ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ലിംഗം നല്ലപോലെ പെനിട്രേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് പുരുഷനെ സംബന്ധിച്ചോളം ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. പക്ഷെ ചില ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിംഗം തളർന്നു പോകുന്നത്. നല്ലപോലെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റി, അത് ക്ലൈമാക്സിൽ എത്തുന്നതിന് മുമ്പ് തളർന്നു പോകുന്നത്. അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമോ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിലോ ഏതെങ്കിലും ഒരു ആ രീതിയിലുള്ള ഇതുണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് ലിംഗം തളർന്നു പോകും. അത് വലിയൊരു കാര്യമുള്ളതല്ല. അത് എന്നാ വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ആവശ്യമില്ല. ആ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുത്തിയെടുക്കേണ്ടേ ഉള്ളൂ. മറ്റേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലിംഗം തളർന്നു പോകുന്നത് 3-4 കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് വെച്ച് തളർന്നു പ്രമേഹ രോഗത്തിൻ്റെ ആരംഭമാകാം, ഹൃദ്രോഗത്തിൻ്റെ ആരംഭമാകാം, അതുപോലെ തന്നെ ശേഷിക്കുറവ് ആരംഭിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാകാം. ഇതുകൂടാതെ തന്നെ പാർക്കിൻസോണിസം, ഇത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അങ്ങനെയുള്ള രോഗങ്ങളുടെയൊക്കെ ആരംഭമാകാം. അതുകൊണ്ട് ലൈംഗിക ശേഷിക്കുറവ് എന്നുള്ളതിൽ ഏറ്റവും ആദ്യം കാണുന്ന ലക്ഷണം യോനിക്കുള്ളിലേക്ക് കടന്നു, നല്ലോണം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പൂർത്തീകരിക്കാൻ കഴിയാതെ അത് ശുക്ലം പോകാതെ തന്നെ തളർന്നു പോകുന്നു. അതെ അതെ. ഇപ്പോൾ പെട്ടെന്ന് പിന്നെ ശുക്ലം പോവാതെ തന്നെ ഇത് പറഞ്ഞു, ചില ആളുകൾക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ ഇത് ശീഘ്രസ്ഖലനമായിട്ട് ബന്ധമാണ്? അതെ അതെ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന് ശീഘ്രസ്ഖലനമായിട്ട് ബന്ധമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്ലം പോകുന്നില്ല. മറ്റെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്ലം വളരെ പെട്ടെന്ന് പോവുക. 1 മിനിറ്റിന് അല്ലെങ്കിൽ ഒരു 5-6 സ്ട്രോക്ക് കഴിയുമ്പോഴത്തേക്കും ശുക്ലം പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതിന് ശീഘ്രസ്ഖലനം എന്നാണ് പറയുന്നത്. ചില വ്യക്തികൾക്ക് യോനിക്കുള്ളിലേക്ക് കടക്കണ്ട, അവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ശുക്ലം പോകും. അവർക്ക് പെനിട്രേറ്റ് ചെയ്യാനേ കഴിയില്ല. അതിന് ശീഘ്രസ്ഖലനത്തിനുള്ള ചികിത്സയാണ് ആവശ്യം. അതല്ലാതെ അതിനകത്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശേഷിക്കുറവായിട്ട് അതിനെ കണക്കിലെടുക്കരുത്. അതുപോലെ തന്നെ സാധാരണ രീതിയിൽ നല്ലവണ്ണം സമയം കിട്ടിയിരുന്ന ഒരു 5-10 മിനിറ്റും കിട്ടിയിരുന്ന വ്യക്തികൾക്ക് ഒരു മെല്ലെ മെല്ലെ സമയം കുറഞ്ഞിട്ട് ഒരു 2 മിനിറ്റിലേക്ക് വരികയാണെങ്കിൽ അത് ശീഘ്രസ്ഖലനമല്ല, യഥാർത്ഥ ശീഘ്രസ്ഖലനമല്ല. അത് ലൈംഗിക ശേഷിക്കുറവ് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ വിഷയം സംസാരിച്ച സമയത്താണ് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് സ്ഖലനം സംഭവിക്കാതെ ബന്ധപ്പെടാൻ മാക്സിമം പറ്റുന്ന സമയത്തായിരിക്കും 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെയാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10-15 മിനിറ്റും അങ്ങനെ കഴിയാറുണ്ട്. ചിലർക്ക് അരമണിക്കൂറൊക്കെ കഴിയാറുണ്ട്. ഈ 3 മിനിറ്റ് 7 മിനിറ്റ് 3 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഫോർപ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള രതിമൂർച്ച ലഭിക്കും. ചില സ്ത്രീകൾക്ക് 7 മിനിറ്റ് പോരാത്ത വരാറുണ്ട്, അവർക്ക് 10-15 മിനിറ്റ് വരാറുണ്ട്. അങ്ങനെയുള്ളതിന് നമ്മൾക്ക് സ്ത്രീകളെയാണ് ചികിത്സിക്കേണ്ടത്, പുരുഷനെയല്ല. ഇനി ചില പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശുക്ലം പോകാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറോളം ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവരെ സംബന്ധിച്ച് അവർക്ക് രതിമൂർച്ച ഉണ്ടായിക്കഴിഞ്ഞു, വീണ്ടും യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കൊരു വേദനാജനകമായിരിക്കും. അവിടെ ലൂബ്രിക്കേഷൻ ഇല്ല. അപ്പം അങ്ങനെ ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവർ വേദനയിൽ വരും, അത് പരാതികളിലേക്ക് പോകാറുണ്ട്. അത്തരം പുരുഷന്മാർക്കും ചികിത്സ ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും കുടവയറുള്ള ഒരു പ്രശ്നം കാണാറുണ്ട്. ഇപ്പോൾ വയറ് ചാടിയ ആളുകൾക്ക് ഈ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് സ്ത്രീ മലർന്ന് കിടന്നിട്ട് പുരുഷൻ കൈ കുത്തിക്കൊണ്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ സാധാരണ രീതിയിൽ കുഴപ്പമില്ല. പിന്നെ വയറിൻ്റെ കപ്പാസിറ്റി അങ്ങ് കൂടിക്കൂടി വരികയാണെങ്കിൽ ബന്ധപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതും അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അവർക്ക് മറ്റ് പൊസിഷനിലേക്ക് ഡോഗി പൊസിഷൻ, അങ്ങനെയുള്ള വുമൺ ഓൺ ടോപ്പ് പൊസിഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ എന്തായാലും ശരി, ഈ വയറ് കൂടിക്കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് അർത്ഥം. വയറ് കൂടുന്നതോടുകൂടി തന്നെ ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ശേഷിയും കുറയും.
അതെ അതെ. ഇപ്പൊ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്, ഇപ്പൊ വയറ് ചാടിയവർക്ക് അവരെ ലൈംഗിക ശേഷി കുറവ് നഷ്ടപ്പെടുന്നില്ലേ? തീർച്ചയായിട്ടും വയറ് ചാടിയവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒബീസിറ്റി എന്ന് പറയുന്നത്, വയറ് ചാടുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒബീസിറ്റി ആയിട്ട് തന്നെ, അത് വരുന്ന വ്യക്തികൾക്ക് ലൈംഗിക ശേഷി കുറവുണ്ടാവും. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹമോ അതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ആരംഭിക്കുന്നുണ്ടാവും. രണ്ട്, അവരുടെ നെർവുകൾക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വീണ്ടും മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകും. ഹോർമോൺ ലെവലുകളിൽ വ്യതിയാനം ഉണ്ടാവും. ഇങ്ങനെ വരുന്നതുകൊണ്ട് വയറ് ചാടുന്നു എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. ആ വയറ് ചാടുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചികിത്സ ചെയ്ത് ആ രീതിയിൽ വെയിറ്റ് കൺട്രോൾ ചെയ്ത്, അതായത് ആഹാര രീതിയിൽ മാറ്റം വരുത്തി വ്യായാമം ചെയ്ത് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. ഓക്കെ. ഇപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സുഖം ഉണ്ടാവുന്നത് എന്നതിൽ ഒരു വജേന ഭയങ്കര ടൈറ്റായി നിൽക്കുന്ന സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ ശരിക്കും? വജേന മിതമായ ടൈറ്റ് വേണം. പക്ഷേ ഭയങ്കര ടൈറ്റ് ആയിരുന്നാൽ രണ്ടു കൂട്ടർക്കും വേദന ഉണ്ടാവുള്ളൂ. അപ്പം ശരിയായ ലൂബ്രിക്കേഷനോട് കൂടി അതിനകത്തേക്ക് കിടക്കുമ്പോൾ ആ രീതിയിലുള്ള ഇത് നന്നായി മൂവ് ചെയ്യാൻ കഴിയണം. ആ രീതിയിലുള്ള ടൈറ്റ് വേണം. അങ്ങനെ വരികയാണെങ്കിൽ നല്ല ആനന്ദം ലഭിക്കും. ഓക്കെ. ഇപ്പോൾ പലപ്പോഴും ഈ ഗർഭിണികൾക്ക് അല്ലെ പ്രസവം കഴിഞ്ഞതിന് ശേഷമൊക്കെ പലപ്പോഴും വജേന ലൂസ് ആവുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവരാറുണ്ട്. ഇപ്പോൾ വജേന ടൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? പ്രസവം കഴിഞ്ഞാലൊന്നും വജേന അങ്ങനെ ലൂസാകാറില്ല. അതൊക്കെ അതായത് പ്രകൃതിദത്തമായിട്ട് ഈ വജേനയുടെ സൃഷ്ടി തന്നെ അങ്ങനെയാണ്. ഒരു പായൽ കുളത്തിലേക്ക്, പായൽ നിൽക്കുന്ന ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടു, പായലെല്ലാം അങ്ങോട്ട് നീങ്ങിപ്പോയി. ഏതാണ്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ഇതിലെ പായലടുത്തിങ്ങ് വരുന്നത് കണ്ടില്ലേ? അതേപോലെ തന്നെയാണ് സ്ത്രീയുടെ വജേന. പിന്നെ ചില പ്രസവ സംബന്ധമായ ചില ശസ്ത്രക്രിയകൾ, എപ്പിസോട്ടമി ചെയ്യുന്നു, അങ്ങനെയുള്ള ചില അണുബാധകൾ, അങ്ങനെയൊക്കെ ഉള്ളതിൽ ആ മസിലിൻ്റെ ശക്തി പോകുന്നൊരവസ്ഥ വന്നാൽ വജേന ലൂസായി പോകും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശസ്ത്രക്രിയകളുണ്ട്, എക്സസൈസുകളുണ്ട്. കീഗൽ എക്സസൈസൊക്കെ അതിന് ഗുണം ചെയ്യും. എക്സസൈസുകളുണ്ട്, ലേസർ തെറാപ്പി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. സാധാരണ ഇതിൽ വജേന ലൂസാകുന്നതിന് ഈ ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ടി വരുന്നു. 1-2 പ്രസവം, നിരന്തരം പ്രസവം ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും ആ രീതിയിലൊക്കെ മാത്രമേ ഉള്ളൂ. ഇനി അതോടൊപ്പം തന്നെ ഗർഭപാത്രത്തിന് താഴ്ചയുണ്ടോ എന്നുള്ളത് ഇവിടെ നോക്കേണ്ടതുണ്ട്. അത് കുറച്ചുകൂടെ പ്രായമുള്ള സ്ത്രീകളിലാണ് അത് കണ്ടുവരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വജേന ടൈറ്റ് ആവുന്നൊരു വിഷയം പറഞ്ഞ സമയത്താണ് വജേനസ്മെസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല സ്ത്രീകളും ഇതിന് ബുദ്ധിമുട്ടുന്നുണ്ട്. പലപ്പോഴും വർഷങ്ങൾ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബന്ധപ്പെടാത്ത ഒരുപാട് സിറ്റുവേഷൻസ്. അതെ, ഞങ്ങൾക്കിവിടെ ഈ വജേനസ്മസ് വളരെയധികം വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം കഴിയുമെന്ന് പറഞ്ഞാൽ അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താൻ കഴിയാതെ വരുന്നു. അത്തരം സ്ത്രീകൾ ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വയംഭോഗം ചെയ്യാത്ത സ്ത്രീകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അഥവാ സ്വയംഭോഗം ചെയ്യുകയാണെങ്കിൽ അവർ ക്ലൈറ്റോറിസിൽ മാത്രമേ സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാവുള്ളൂ, ക്ലൈറ്റോറിസ് ഉപയോഗിച്ച്. ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിദളങ്ങൾ ഒരു ഭയപ്പാട് കൊണ്ട് ടൈറ്റാകുകയാണ്. അങ്ങനെ ടൈറ്റാകുന്ന ആ അവസ്ഥയിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താൻ കഴിയില്ല. അവർക്ക് വേണ്ടത് ഡയലേറ്റർ തെറാപ്പി വഴിക്ക് യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്തുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഡയലേറ്റർ തെറാപ്പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. 1 ദിവസമോ 2 ദിവസവും കൊണ്ട് അത് തീരുന്ന കാര്യമല്ല. പിന്നെ കൗൺസിലിംഗ് വേണം. പിന്നെ ഈ ഭയപ്പാടുണ്ടായതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. ചെറുപ്പകാലത്തിലുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ആണോ, അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ നാത്തൂന്മാരോ അല്ലെങ്കിൽ അടുത്തുള്ള സ്ത്രീകളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ലൈംഗികമായിട്ട് ആദ്യ രാത്രിയിൽ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഇവർ ഈ വേദന ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതോടുകൂടി തന്നെ യോനി ദളങ്ങളിങ്ങനെ, യോനിയുടെ മസിലുകൾ അടുത്ത് പോവുകയാണ്. അത് ശരിയായ ചികിത്സ നടത്താതിരിക്കുകയാണെങ്കിൽ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ പോയി പോകും. ഓക്കെ. ഇപ്പോൾ സ്ത്രീകളെയും, ഇപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഒരു സെക്സിൻ്റെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അവരൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ്, അവരൊരു സെക്ഷൽ പ്ലഷർ കിട്ടുക. രണ്ടാമതൊരു കുടുംബം, ഇപ്പോൾ കുട്ടികളാവുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഒരു സെക്സിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ വരുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു പ്രൈമറി കൺസേൺ ആണ് അവർ തമ്മിലുണ്ടാകുന്ന ഒരു സുഖം, അല്ലെങ്കിൽ ഒരു ലൈംഗിക സുഖം എന്ന് പറയുന്നത്. ഇപ്പം ഈ കോണ്ടം യൂസ് ചെയ്യുന്നത് ശരിക്കും ലൈംഗിക സുഖത്തെ തടയുന്നില്ലേ? കാര്യമായി അങ്ങനെ തടയുന്നൊന്നുമില്ല. ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണെങ്കിൽ അത് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും കോണ്ടം ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കുറച്ചുകൂടെ സുഖം ലഭിക്കുന്നതെന്ന് പറയാം. കോണ്ടം ഉപയോഗിക്കുന്നതുകൊണ്ട് ലൈംഗിക ആനന്ദം ഇല്ലാതെ ഒന്നും ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡിൽഡോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഡിൽഡോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ആനന്ദം കിട്ടുന്ന സ്ത്രീകളുണ്ട്.
ഓക്കെ. അല്ല ഇപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടെ സ്കിൻ ടു സ്കിൻ ആയിരിക്കും കുറച്ചും ബെറ്റർ ആവുക. അല്ല, ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും പ്രാക്ടിക്കൽ സെൻസിൽ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ. ഇപ്പം ഈ കോണ്ടം യൂസ് ചെയ്തിട്ട് സെക്സ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ലൈംഗിക രോഗങ്ങൾ പടരാതിരിക്കും. പിന്നെ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടാകുന്നതിനൊരു സന്താന നിയന്ത്രണത്തിൽ അതിന് കാര്യമുണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ സാധനമല്ലേ, നാച്ചുറലായിട്ട് കോണ്ടം കൊണ്ടല്ലോ നമ്മൾ ജനിച്ചു വീഴുന്നത്. അതെ അതെ. അതില് ഇപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ ഡിസ്കഷനിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇപ്പൊ കേരളത്തിൽ അവിഹിത ബന്ധം ഒരുപാട് കൂടി വരുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ അവിഹിതം വരാനുള്ള കാരണം? അതിന് നമ്മളെ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ കൺസെപ്റ്റ് വേറെ എന്താണ്, വിഹിത ബന്ധം അവിഹിത ബന്ധം എന്നുള്ളത് ദൈവം നമ്മളെല്ലാവരെയും സൃഷ്ടിച്ചപ്പോൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാൾക്കൊരു ഭാര്യ എന്നുള്ളതൊക്കെ മതപരമായ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് 2 ഭാര്യ അങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പോൾ വിഹിത ബന്ധം ഏതാണ് അവിഹിത ബന്ധം വേണമെന്ന് ചോദിച്ചാൽ നിയമങ്ങൾ വഴിക്ക് നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജന്തുക്കളിലേക്ക് പോവുകയാണെങ്കിലും ചില ജന്തുക്കളിൽ ഏക ഭാര്യ ഏക ഭർത്ത അങ്ങനെയുണ്ട്, മോണോഗമിയുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിൽ മാനസികമായിട്ട് മോണോഗമിയെ അനുകൂലിക്കുന്നവരല്ല സ്ത്രീയും പുരുഷനും. അവർക്കെല്ലാവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആഗ്രഹമുള്ളവരാണ് ഭൂരിപക്ഷവും. പക്ഷേ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വിവാഹം ആവശ്യമാണ്, വ്യക്തിയുടെ ഒരു ആവശ്യമല്ല അത്, സമൂഹത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച അവിഹിത ബന്ധം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ നാച്ചുറൽ അതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യേണ്ട കാര്യം? സമൂഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ അച്ചടക്കവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അവിഹിത ബന്ധം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ വരവ്, കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഓരോരുത്തർക്കും ജോലി വരും. പണ്ട് വരുമാനം ഒരു സ്രോതസ്സിൽ നിന്നായിരുന്നു. ഇപ്പോൾ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെടുമ്പോൾ പിതാവും മാതാവും അങ്ങനെയുള്ളൊരു കൃഷി ചെയ്യണു, അതിൽ നിന്ന് തന്നെ വെച്ചാൽ വരുമാനത്തിൽ നിന്നാണ് കുട്ടികൾക്ക് പൈസ കിട്ടിക്കുന്നത്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നമൊന്നും 4 റീൽ ഇറക്കിയാൽ അവർക്ക് ആവശ്യത്തിന് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഈ വെസ്റ്റേൺ കൾച്ചറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള നല്ലതാണെന്ന് ഞാൻ പറയില്ല, ഏതായാലും വാസ്തവം അതാണ്. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്തിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഘടന മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലിവിങ് ടുഗദർ ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അവിഹിത ബന്ധം തന്നെയല്ലേ. വിഹിത ബന്ധം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലില്ല. അപ്പോൾ ലിവിങ് ടുഗദറിനൊക്കെ നമ്മളിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോടതി വിധി തന്നെ വന്നിരിക്കുന്നു, മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ക്രിമിനൽ കേസിൽ വരില്ല എന്നുള്ളത്. പണ്ടാണ് ക്രിമിനൽ കേസായിരുന്നു. അപ്പോൾ കാലഘട്ടം മാറുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്സോളജിസ്റ്റ് എന്ന ലെവലിൽ എനിക്കതിന് ഉത്തരം നൽകാൻ കഴിയില്ല. ഞാനൊരു ഫിലോസഫർ ഒട്ടല്ല താനും. ഞാനൊരു ഫിലോസഫർ ആയിരുന്നെങ്കിൽ ഞാനതിൽ എൻ്റെ കൺസെപ്റ്റിൽ എനിക്കും ഈ കാര്യത്തിൽ ഒരു എന്താ പറയുക, അവിഹിതമാണോ വിഹിതമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും ഇത്? അതെ, ഭയങ്കര ഒരു ടോപ്പിക് ഫിലോസഫിയാണ്. അതിലേക്ക് ഒരു സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണർ കയറി കൈ കടത്തുന്നത് ശരിയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത്തരം രോഗികൾ ഇവിടെ വരാറുണ്ട്. എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദറിൽ ജീവിക്കുന്നവർ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്, അവരെ സംബന്ധിച്ച് അവരുടെ ഇഷ്യൂസുമായിട്ട് വരാറുണ്ട്. ഞാനത് ചികിത്സിക്കാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് അവർ രോഗി മാത്രമാണ്. അവരുടെ ആവശ്യം എന്താണോ അത് ഞാൻ ചികിത്സിച്ചു കൊടുക്കും. മറ്റൊരുത്തിൻ്റെ പലപ്പോഴും വരാറുള്ള പ്രശ്നമാണ് സ്വന്തം ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ലൈംഗികമായിട്ട് ഉത്തേജനം കിട്ടാനുള്ള, മറ്റൊരുത്തിൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ലൈംഗിക ഉത്തേജനം ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമാണിത്. അപ്പോൾ അതിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആരംഭിച്ചു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. പെരയ്ക്ക് തീ പിടിച്ചാൽ PT ഉഷയേക്കാളും സ്പീഡിൽ ഞാൻ ഓടും, എല്ലാവരും ഓടും, ശരിയല്ലേ? അതിൻ്റെ അർത്ഥം എനിക്ക് ഓടാൻ കപ്പാസിറ്റി ഉണ്ടെന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിഹിത ബന്ധത്തിൽ ലൈംഗികമായിട്ടുള്ള ഉത്തേജനം കൂടുതലുണ്ടാകുന്നത്. ഓക്കെ. ഇപ്പം ഈ സെക്സിൻ്റെ ഇടയിൽ വേദന എന്ന് പറയുന്നത് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പുരുഷനായിക്കോട്ടെ സ്ത്രീകളൊക്കെ വേദന ഉണ്ടാവാറുണ്ട്. ഇപ്പം ശരിക്കും സെക്സിൻ്റെ ഇടയിലുള്ള വേദന എന്ന് പറയുന്നത് നോർമലാണോ? അല്ല, ഒരിക്കലും വേദന ഉണ്ടാവരുത്. ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു അടിസ്ഥാന കാരണമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ബെലനൈറ്റിസ് എന്ന് പറഞ്ഞാൽ പ്രമേഹം ഉണ്ടെങ്കിൽ അവൻ്റെ തൊലി ഗ്ലാൻസിൻ്റെ അവിടെയുള്ള തൊലിക്കൊക്കെ അണുബാധ ഉണ്ടായിട്ടുണ്ടാവും. സ്ത്രീക്ക് അതുപോലെ പ്രമേഹം ഉണ്ടെങ്കിൽ അണുബാധ ഉണ്ടായിട്ടുണ്ടാവും. അണുബാധ ഉള്ളപ്പോൾ ബന്ധപ്പെട്ട വേദന ഉണ്ടാവും.
2 ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എൻഡോമെട്രിയോസിസ്, അതുപോലെ തന്നെ വൾവോഡൈനിയ, അങ്ങനെയുള്ള അസുഖങ്ങൾ സ്ത്രീക്കുണ്ടെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഗർഭപാത്ര സംബന്ധമായ പ്രശ്നങ്ങളത്, അതിന് വേദന ഉണ്ടാവും. പിന്നെ നേരത്തെ വജൈനസ്മസ് സൂചിപ്പിച്ചിരുന്നു. വജൈനസ്മസിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന അല്ല അവിടെ പ്രശ്നം, യോനിതളങ്ങൾ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ യോനിക്കുള്ളിലേക്ക് കടത്താൻ കഴിയുന്നില്ല. ബലം പ്രയോഗിച്ച് കടത്തുമ്പോൾ അവിടെ വേദന വരും, അത് സ്വാഭാവികമാണ്. പുരുഷന് വേദന വരുന്നത് മിക്കപ്പോഴും യോനിയിൽ ടൈറ്റ് കൂടുതലാവുന്നതുകൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ ആ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് അണുബാധ ഉണ്ടാകുമ്പോഴുമാണ്. ഓക്കെ, ഇപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾക്ക് വേദന നോർമൽ ആണല്ലോ? അല്ലല്ല, ഒരിക്കലല്ല. ആദ്യമായിട്ട് ബന്ധപ്പെടുന്നതിൽ മെത്തേഡ് അറിയാത്തവന് വേദന സ്വാഭാവികമാണ്. നന്നായിട്ട് മെത്തേഡ് അറിയുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ബന്ധപ്പെടുകയാണ് വേദനയൊന്നും ഉണ്ടാവില്ല. ഇത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോനിയിൽ നനവ് വരുന്നതിനപ്പുറം യോനിക്കുള്ളിലേക്ക് ലിംഗം കടത്താൻ ശ്രമിച്ചാൽ പുരുഷനും സ്ത്രീക്കും വേദന ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ ആ ഫോർ പ്ലേയും കാര്യങ്ങളും ഒക്കെ അറിയാതെ ഇതാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടാൻ പോയി കഴിഞ്ഞാൽ വേദന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി അത് എനിക്ക് തോന്നുന്നു അവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ഇത് നല്ലൊരു ടോപ്പിക് ആയിരിക്കും. കാരണം ആളുകൾക്ക് പലപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ ഇപ്പോഴും വിവാഹം കഴിയുന്ന ആളുകൾ, ഒരു 18-19 വയസ്സുള്ള സ്ത്രീകളും ഒരു 21-22 വയസ്സുള്ള പുരുഷന്മാരൊക്കെ ഇപ്പോൾ കല്യാണം കഴിയുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ആ സമയത്ത് നമുക്ക് അവർക്ക് പലപ്പോഴും ഇതിന്റെ കൺഫ്യൂഷൻസും വരാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേദന ഇല്ലാതെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യങ്ങൾ ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ യോനിയിലെ പ്രശ്നങ്ങളാണ് അതിനകത്ത് യഥാർത്ഥ പ്രശ്നം. യോനി ശരിക്കും വികസിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ശരിക്കും ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ഒരു ഫിംഗർ യോനിക്കുള്ളിലേക്ക് കടത്തുക, അതൊന്നിങ്ങനെ വട്ടം കറക്കുക. വട്ടം കറക്കുമ്പോൾ അവിടെ വേദന ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ വട്ടം കറക്കുക. അപ്പോൾ യോനിക്കുള്ളിലേക്ക് ഈ ഫിംഗർ ഇതിനെ കടത്താൻ പറ്റില്ലെങ്കിൽ ഇവിടെ വരണം, ചികിത്സയ്ക്ക് വരണം. അതേസമയത്ത് യോനിക്കുള്ളിലേക്ക് ഫിംഗർ കടത്തുന്നു, അത് കഴിഞ്ഞിട്ട് വട്ടം കറക്കിയിട്ട് പിന്നെ ഒരു വിരലിൻ്റെ സ്ഥാനത്ത് 2 വിരലിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കടത്താൻ നോക്കുക. അങ്ങനെ വട്ടം കറക്കി ആ രീതിയിലുള്ളൊരു ഫോർ പ്ലേ നടത്തുക. അതിനുശേഷം ലിംഗം മെല്ലെ കടത്താൻ നോക്കുക. അപ്പോൾ വേദനയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അങ്ങനെ പിന്നെ ഒരു കാര്യം കേട്ടോ, ഫ്ലൂയിഡ് വരാതെ ഒരു കാരണവശാലും ബന്ധപ്പെടാൻ ശ്രമിക്കരുത്. ഓക്കെ, ഇപ്പം സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഈ പറഞ്ഞ പോലെ പെനിട്രേഷൻ സ്മൂത്ത് ആവാൻ ഈ ലൂബ്രിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണോ? സത്യം പറയട്ടെ, യോനി നല്ലൊരു ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ ഫോർ പ്ലേ ആണ് ഇതിന് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഫോർ പ്ലേയേക്കാളും കൂടുതൽ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാൻ ഓരോ ഓയിൻമെൻറ്റിനും കഴിയില്ല. തെറ്റിദ്ധാരണയാണത്. എൻ്റെ അഭിപ്രായത്തിൽ ഫോർ പ്ലേ അത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായി? നന്നായിട്ട് ക്ലൈറ്റോറിസും യോനിയും സ്റ്റിമുലേറ്റ് ചെയ്യുക, ബ്രസ്റ്റും സ്റ്റിമുലേറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും വരും. അതിനകത്തേക്ക് വെളിച്ചെണ്ണ കോരി ഒഴിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഓയിൽ ഒഴിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമില്ല. ഫോർ പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ ഈ പരിപാടികളൊക്കെ ചെയ്യാം. മാത്രമല്ല അത് നല്ലതുമല്ല. അല്ല, എന്തെങ്കിലും ഈ പിന്നെ ലൂബ്രിക്കേഷൻ ജെല്ലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അല്ല, ചില ജെല്ലുകൾ ഗർഭധാരണത്തിന് തടസ്സം ഉണ്ടാക്കും. മറ്റ് ജെല്ലുകൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ അണുബാധ ഉണ്ടാക്കും. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള യോനിയുടെ കപ്പാസിറ്റിയെ അതില്ലാണ്ടാക്കുക ചെയ്യുന്നത്. ഇപ്പോൾ സാർ നേരത്തെ കുറച്ച് പൊസിഷൻസ് ഒക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമുക്ക് സ്ത്രീക്കും പുരുഷനും കുറച്ചും കൂടി പ്ലഷർ കൂടി വരുന്ന പൊസിഷൻസ് ഏതൊക്കെയായിരിക്കും? കഞ്ഞിയും പയറും ആണോ നല്ലത്, ബിരിയാണിയാണോ നല്ലത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അത്രേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം ഒരു ബിരിയാണി കഴിച്ചാൽ നല്ലതെന്ന് തോന്നും. ഓക്കെ, ദിവസവും ബിരിയാണി കിട്ടുന്ന ഒരുത്തിന് കഞ്ഞിയും പയറും വളരെ രുചികരമായിരിക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഈ മിഷണറി പൊസിഷനിലാണ് കൂടുതലും സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടാറുള്ളത്. അതിൽ സ്ത്രീ താഴെയും പുരുഷൻ മുകളിലും കിടന്ന് ബന്ധപ്പെടുന്നു. ഇതൊരു നോർമൽ പൊസിഷനാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ പൊസിഷൻ മാറ്റിയിട്ട് അതിലെന്നാച്ചിൻ്റെ സ്ത്രീ മുകളിലും പുരുഷൻ താഴെയും കിടന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അന്നത് നല്ലവണ്ണം ആസ്വദിക്കാൻ കഴിയും. എന്നും സ്ത്രീ പുരുഷൻ മുകളിൽ തന്നെ കിടന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ആസ്വാദനത്തിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് കാമസൂത്രയിൽ 64 പൊസിഷൻസ് പറയണത്. ഈ 64 എണ്ണവും ഞാൻ എടുത്ത് നോക്കി. ഇതിൽ എന്നാണെന്ന് വെച്ചാൽ നമുക്കൊരു 5-6 എണ്ണമൊക്കെ ചെയ്യാൻ കഴിയും. ഡോഗി പൊസിഷൻ, അതുപോലെയുള്ള ലാറ്ററൽ പൊസിഷൻ അതൊക്കെ ചെയ്യാൻ കഴിയും. അത് നമ്മൾ നെറ്റ് വഴിക്കൊക്കെ നോക്കിയാൽ കിട്ടുകയും ചെയ്യും. ബാക്കി പൊസിഷനൊക്കെ ചെയ്താൽ അടുത്ത എല്ലുരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകേണ്ടി വരും. ആ രീതിയിൽ അതിൻ്റെ പൊസിഷൻ കിടക്കണേ. കാരണം പ്രാവർത്തികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ പൊസിഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അതിനിപ്പോൾ വല്ല സർക്കസും ഒക്കെ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം. അതിൽ 64 പൊസിഷനും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകുള്ളൂ. എത്രത്തോളം പൊസിഷൻസ് ഇതൊരു വ്യായാമം പോലെയാണ്. കൂടുതലായി ചെയ്യാൻ കഴിയുന്നോ അത് വളരെ നല്ലതാണ്. അപ്പോൾ പൊസിഷൻ മാറ്റിക്കൊണ്ട് വരണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 64 പൊസിഷൻസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഔഹിക ബന്ധവും മറ്റും ഇല്ലാതെയാകാൻ വളരെയധികം ഗുണം ചെയ്യും.
ആ ലെവലിലേക്കുള്ള കാര്യങ്ങൾ പോകും. അവനവൻ്റെ ഭാര്യ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ പെരുമാറി രണ്ടു കൂട്ടർക്കും ആസ്വാദനം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കാമസൂത്രയിലെ പൊസിഷൻസ് ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് നമ്മളുടെ അന്നത്തെ കാലത്ത് ഇത്രയൊക്കെ പഠനം ഈ ലൈംഗികതയിൽ നടത്തിയിട്ട്, അതായത് ലൈംഗികതയിൽ അന്നത്തെ കാലത്ത് വാത്സ്യായന മഹർഷിയുടെ ആ ഇതിൽ നടത്തിയിട്ടുണ്ടല്ലോ. അതിനുശേഷം ഇന്ത്യ ഈ അധിനിവേശക്കാരുടെ കയ്യിൽ പെട്ടതോടുകൂടി ഈ ലൈംഗികതയുടെ കൺസെപ്റ്റ് തന്നെ മാറിപ്പോയെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? അല്ല, മാറ്റങ്ങൾ വന്ന് അന്ന് ലൈംഗികത കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു. പിന്നീട് വിക്ടോറിയൻ കാലഘട്ടം വന്നപ്പോൾ എന്നാ ലൈംഗികതയെക്കുറിച്ച് സെക്സ് എന്നുള്ളതിന് SC കഴിഞ്ഞാൽ പിന്നെ X ഇടാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഓപ്പണായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഞാനൊക്കെ എനിക്കിപ്പോൾ 70 വയസ്സാവുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സെക്സിനെ കുറിച്ച് ഒരു കാര്യം പറയാനേ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ചീത്ത കുട്ടി എന്നുള്ളൊരു പേരിൽ ഞാൻ അറിയപ്പെടുക. മാത്രമല്ല ചിലപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന് 2 അടിയും കിട്ടും. ഇതായിരുന്നു അവസ്ഥ. ഇന്ന് ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ എല്ലാ സ്കൂളിലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതി അതിക്കിടെയാണ് ഈ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുക. എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ മതം, സംസ്കാരം ഇതൊക്കെ നമ്മളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആ ലെവലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ചില ലൈംഗികമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകാൻ കഴിയും കുട്ടികൾക്ക്. അത് വളരെ നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്ക്. ഓക്കെ, ഇപ്പോൾ സാർ ഇപ്പോൾ പൊസിഷൻസ് നല്ലത് പറഞ്ഞു, ഭയങ്കര ഡേഞ്ചർ ആണ് എന്ന് പറയുന്ന എന്തെങ്കിലും പൊസിഷൻസ് ഉണ്ടോ? ഡേഞ്ചറായിട്ടുള്ള പൊസിഷൻസ് നമുക്കതിനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിംഗം ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നതിൽ ചില ബ്രസീലിയൻ സർവേ കാണിക്കുന്നത് സ്ത്രീ മുകളിൽ കിടന്ന് ബന്ധപ്പെടുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്തിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിൽ എല്ലിലേക്ക് കൊണ്ടിട്ട് ഇത് വരാറുണ്ട്. അതുപോലെ തന്നെ ഡോഗി പൊസിഷനിൽ പുരുഷൻ ലിംഗം പുറത്തേക്ക് എടുത്തിട്ട് കയറ്റുന്ന സമയത്ത് ചിലപ്പോൾ എല്ലിലേക്ക് ചെന്ന് കെട്ടുകയും ലിംഗം ഒടിഞ്ഞു പോകാറുമുണ്ട്. അതൊക്കെ ഈ ഒരു മയത്തിലങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം പലപ്പോഴും ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ് അനൽ സെക്സ് എന്ന് പറയുന്നത്. കോമൺ അല്ല, പക്ഷേങ്കിലും പലപ്പോഴും പല വീഡിയോകളിലായിട്ടും പല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വല്ലാതെ കാണലും കേൾക്കലൊക്കെ ഉണ്ട്. ശരിക്കും അനൽ സെക്സ് സേഫ് ആണോ അല്ലെങ്കിൽ ഇഷ്യൂ ആണോ? അതൊരു നാച്ചുറൽ ആണോ എന്ന് ചോദിച്ചാൽ നാച്ചുറലാണ്, ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. പക്ഷെ അതൊരു നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനോട് അത്ര നല്ലതെന്നുള്ളൊരു അഭിപ്രായമില്ല. പിന്നെ ചില വ്യക്തികളെ സംബന്ധിച്ചുള്ള അതിലാണ് കൂടുതൽ ആനന്ദം കിട്ടുന്നത്. ഒന്ന്, സ്ത്രീയുടെ യോനി ലൂസായി കഴിഞ്ഞാലും ആനൽ ഇതിനകത്ത് നല്ലവണ്ണം ടൈറ്റ്നെസ് ഉണ്ടാവും. അത് പുരുഷന് ആനന്ദമുണ്ടാക്കുന്ന ഒരവസ്ഥയായിരിക്കും. പിന്നെ യോനി പോലെ തന്നെ ആനൽ ഇതിലും സ്ത്രീകൾക്ക് ആനന്ദം ലഭിക്കാറുണ്ട്. അപ്പോൾ അതിന് നാച്ചുറലാണോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ട് അത്തരം ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പണ്ട് ആനൽ സെക്സ് ഇതായിരുന്നു, ക്രിമിനൽ ആക്ടിവിറ്റി ആയിരുന്നു. ഇന്നതിന് ഹോമോസെക്ഷുവാലിറ്റിയെ അംഗീകരിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ടാകും. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, നിയമവിദഗ്ധരാണ് പറയേണ്ടത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനൽ സെക്സ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അനൽ സെക്സ് ചെയ്തുകൊണ്ട് അവിടെ മുറിവുകൾ ഉണ്ടാകുകയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട്. അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കേട്ടുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണെന്ന് അറിയില്ല, അമേരിക്ക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയപ്പേഴ്സിൻ്റെ, അതായത് അഡൽട്ട് ഡയപ്പേഴ്സ് ഇപ്പം ഹോമോസെക്ഷുവാലിറ്റി കൂടിയിട്ട് ഇപ്പം അതായത് മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആളുകൾ പോവുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഗേ ടൈപ്പുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരം പ്രശ്നങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ കുട്ടികൾക്ക് വരുന്ന പോലെ മോഷൻ പാസ് ചെയ്ത് പോകുന്ന ഒരു ഇഷ്യൂസിലേക്ക് അത് കടക്കാൻ സാധ്യത ഉണ്ട്. നിരന്തരമായിട്ട് ആനൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ഇഷ്യൂസിലേക്കൊക്കെ പോവാം, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ഈ പെനട്രേഷൻ്റെ സാധനങ്ങൾ പറഞ്ഞ സമയത്ത് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ ഒരു എനർജിയോ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സാധാരണ ഇതിൽ നമ്മുടെ ഉലുവ അത് മുളപ്പിച്ചത് നല്ലതാണ്. പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ചത് നല്ലതാണ്. വാൾനട്ട് നല്ലതാണ്. ബദാം പരിപ്പ് തൊലി കളഞ്ഞത് നല്ലതാണ്. പിന്നെ ചീര, മുരിങ്ങയില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ്. ബീഫ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കണം, അത്രമാത്രമേ ഉള്ളൂ. മുട്ടയുടെ മഞ്ഞ കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കരുത്, അത് ദോഷം ചെയ്യും. ബാക്കി പ്രോട്ടീൻ എല്ലാം നല്ലതാണ്. എല്ലാർജിൻ അടങ്ങുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും വളരെ നല്ലതാണ്.
ഇതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടുന്നതിൽ ഉണ്ടാകുന്നതിലും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അല്ല, അതിനകത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഭക്ഷണത്തിൻ്റെ ഇതുമല്ല. പക്ഷേ ഈ ജങ്ക് ഫുഡ് സ്ത്രീകൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് അവരുടെ ഈസ്ട്രോജൻ ഹോർമോൺ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ്റെ കാര്യത്തിൽ ഈസ്ട്രോജൻ അടങ്ങിയ ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ അവരുടെ ലൈംഗിക ശേഷി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാറ് ഈ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്ത്രീകളുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ റെഡ് മീറ്റ് ആ ഗണത്തിൽപ്പെട്ട സാധനങ്ങൾ കൂടുതലായി കഴിക്കുക, മയോണൈസ്ഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക, പിന്നെ ഹോട്ടലുകളിലും മറ്റും വളരെ രുചിയുള്ള ആഹാരങ്ങൾ ലഭിക്കും. അത്തരം ആഹാരങ്ങളിൽ ഈ പാക്ക്ഡ് ഐറ്റംസ് സാധാരണ അതിലെല്ലാം വരുന്ന ഇതുണ്ടല്ലോ, അതായത് പ്രിസർവേറ്റീവ്സ്, അതുപോലെ തന്നെ ഇതിനകത്ത് ഗ്ലൂട്ടാത്തോൺ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിക്കുന്ന ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ എല്ലാ ആഹാര പദാർത്ഥങ്ങളും ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദോഷം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കൂട്ടത്തിൽ നാച്ചുറലായിട്ടുള്ള, അതായത് വെണ്ടയ്ക്ക, പാവയ്ക്ക, കയ്പ്പയ്ക്ക, അതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ലെവൽ കുറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഒരു കൾച്ചർ മാറിപ്പോയി. നേരെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിഗ്ഗിയിലേക്ക് ഓർഡർ ചെയ്യുന്നു, ആഹാരം പറഞ്ഞു കഴിക്കുന്നു, ആ ഒരു ലൈനിലല്ലേ പോകുന്നത്. വീട്ടിലെ ആഹാരം പാകം ചെയ്യാതെ പുറത്തുനിന്ന് മാത്രമുള്ള ആഹാരം കഴിക്കുമ്പോൾ അത് നല്ല ആഹാരം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദോഷം ചെയ്യും. ഇപ്പം നമ്മൾ ഏകദേശം അത്യാവശ്യം ഇതിൻ്റെ പെനിട്രേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡോക്ടറുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.